ഒരുപാട് തീർത്ഥാടന കേന്ദ്രങ്ങളും മനോഹരമായ കടൽത്തീരങ്ങളുമുള്ള ഉത്തര കർണാടകത്തിലെ ഗോകർണം വിനോദസഞ്ചാരികളുടെ ഇഷ്ട സ്ഥലങ്ങളിലൊന്നാണ്. അഹനാശിനി, ഗംഗാവലി എന്നീ രണ്ട് നദികളുടെ സംഗമസ്ഥാനത്താണ് ഗോകർണം. നദികളുടെ സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന് പശുച്ചെവിയുടെ ആകൃതിയാണ്. അതുകൊണ്ടാണ് ഇതിന് ഗോകർണം എന്ന പേര് വീണത്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഗോകർണത്തെ ഏറ്റവും മനോഹരമായ ഓം ബീച്ചിലേക്കാണ്. പോകുന്ന റൂട്ടിൽ മൊത്തം ഇതുപോലെ കാടും അടിപൊളി സ്ഥലമാണ്. ഒരു ഹൈ റേഞ്ചിലൂടെ പോകുന്നൊരു ഫീലാണ് നമുക്കിതുവഴി പോകുമ്പോൾ. ഒരിക്കലും നമ്മളൊരു ബീച്ചിലേക്കുള്ള റൂട്ടാണെന്ന് നമുക്ക് തോന്നുകയില്ല. അത്രയ്ക്കും സുന്ദരമാണ് ഈ ഒരു സ്ഥലം. അപ്പോൾ നമ്മൾ ഓം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. ഒരുപാട് സ്റ്റെപ്പുകൾ താഴേക്ക് ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഈ ബീച്ചിലേക്ക് എത്താനായിട്ട്. നമ്മളിവിടെ എത്തിയത് ഉച്ചയ്ക്ക് ഒരു മണിയൊക്കെ ആയ സമയത്താണ്. പക്ഷേ ആ സമയത്ത് പോലും, ഉച്ച സമയത്ത് പോലും ഇവിടെ നിറയെ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു. മലയാളികളാണ് ഗോകർണത്തേക്കൊക്കെ ഭൂരിഭാഗവും വരുന്നത്. ഇതുപോലുള്ള കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി നമ്മൾ താഴെ എത്തിക്കഴിഞ്ഞാലാണ് ശരിക്കും അടിപൊളി ബീച്ചാണിത്. ശരിക്കും നമ്മൾ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു ബീച്ചാണ്. ഓം ആകൃതിയിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇതിനെ ഓം ബീച്ച് എന്ന് പറയുന്നത്. ഓം ആകൃതിയിൽ തീരത്തിൻ്റെ വളവുകളിൽ കടൽ ഒരു കുളം പോലെയാണ് ഇവിടെ കിടക്കുന്നത്. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സീസണിലാണ് ഇവിടെ കൂടുതലായിട്ടും സഞ്ചാരികൾ എത്തുന്നത്. ഓം ബീച്ചിൽ നിന്നും ചെറിയൊരു കുന്ന് കയറി ഒരു 20 മിനിറ്റ് നടന്നാൽ തൊട്ടടുത്തായിട്ട് ഇവിടെ ഒരു ഹാഫ് മൂൺ ബീച്ചും കൂടെ ഉണ്ട്. ശരിക്കും വ്യത്യസ്തമായൊരു ബീച്ച് അനുഭവം തന്നെയാണ് ഈ ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ. മറ്റ് ബീച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ഒരുപാട് പാറകളൊക്കെ നിറഞ്ഞിരിക്കുന്നൊരു ബീച്ച് കൂടെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെള്ളം കണ്ടാൽ അറിയാം, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടുത്തെ. ബീച്ച് കൂടാതെ കുഡ്ലെ ബീച്ച്, ഗോകർണ ബീച്ച്, ഹാഫ് മൂൺ ബീച്ച്, പാരഡൈസ് ബീച്ച് തുടങ്ങിയവയാണ് ഗോകർണത്തെ പ്രധാന ബീച്ചുകൾ. ഇതിൽ തന്നെ കുഡ്ലെ ബീച്ചാണ് ഇതിലേറ്റവും വലിപ്പമേറിയ ബീച്ച്. വാട്ടർ സ്പോർട്സിനും പേര് കേട്ടൊരു സ്ഥലം തന്നെയാണ് ഓം ബീച്ച്. ബനാന റൈഡ്, സർഫിംഗ്, ജെറ്റ് സ്കീയിങ് തുടങ്ങിയവയൊക്കെ ഇവിടുത്തെ വാട്ടർ സ്പോർട്സുകൾ പെടുന്നതാണ്. കൂടാതെ ബീച്ചിൻ്റെ സൈഡുകളിലായിട്ട് കുറച്ച് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബീച്ചിലെ ബാക്കി കാഴ്ചകളും കൂടെ കാണാം. ഗോകർണത്തെത്തുന്ന സഞ്ചാരികൾ ഒരിക്കലും മിസ് ചെയ്യാതെ കാണേണ്ട ഒരു ബീച്ച് തന്നെയാണ് ഓം ബീച്ച്. ഇനി നമ്മൾ നേരെ പോകുന്നത് മഹാബലേശ്വര ക്ഷേത്രത്തിലേക്കാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ മഹാബലേശ്വരത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ, ഹാവ് എ നൈസ് ഡേ.